എന്നെ ലുലുവിൻ്റെ അവിടെ നിർത്തി തരുമെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് എമർജൻസി ആയിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു. നിർത്തി തരുമോ ചോദിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞു. എന്നാൽ മിംസിൻ്റെ അവിടെ, അതൊരു സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിലാണ് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിർത്തി തരുമെന്ന് ചോദിച്ചു. പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റിപ്പീറ്റഡ്ലി പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ഒറ്റക്കാണ്. എനിക്കുണ്ടായിരുന്ന എമർജൻസി ഞാൻ അവരുടെ അടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ടെൻഷനും പാനിക്കായിട്ടുള്ളൊരു ഇതും വന്ന സമയത്ത് പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ഇത് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോയി. അങ്ങനെ ചെയ്തു പോയതാണ്. ചെയ്തതിൻ്റെ ശേഷം അവരിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ കൊണ്ടുപോയതിൻ്റെ ശേഷം അവിടെ നിന്ന് ഫെയർ ആയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച എമൗണ്ട് പേ ചെയ്തു. നമ്മളിത് ബ്രേക്ക് ചെയ്തതിനും ഇത് അവർക്ക് ഉണ്ടായ നഷ്ടത്തിൻ്റെ എമൗണ്ട് കംപ്ലീറ്റ്ലി പേ ചെയ്തു. അതിൻ്റെ ശേഷം ഇപ്പം ഇന്നലെയാണ് വീഡിയോ വൈറലാവുന്നത്. ആരാണ് ഇട്ടതെന്നുള്ളതും അറിയില്ല. ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ പേജിലാണ് ഫസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ 1 മില്യൺ ആവുകയും എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ചാനൽസും അത് ഒരു വിത്തൗട്ട് കൺസെൻറ്റ് എല്ലാവരും ഇടുമായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. എമർജൻസി സിറ്റുവേഷൻ ശുചിമുറിയിൽ പോകേണ്ട ആവശ്യമായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് ബസ് നിർത്തി കൊടുത്തു എന്ന് വെച്ചിട്ടൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അവിടെ സ്റ്റോപ്പില്ലാത്ത ബസ്സാണ്, ഓക്കെ. ചെറുവണ്ണൂർ കഴിഞ്ഞിട്ട് കോഴിക്കോടാണ് സ്റ്റോപ്പ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ സ്റ്റോപ്പില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിർത്തിത്തരാൻ റിക്വസ്റ്റ് ചെയ്താലോ നമ്മളത് പറഞ്ഞാലോ നിർത്തി തന്നു എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ടുള്ള തെറ്റിന് അവരുടെ അടുത്ത് ഞാൻ അപ്പോളജിയും പറഞ്ഞു. ഇതിൻ്റെ ശേഷം ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമാണ് എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരുടെ അടുത്ത് ഞാനൊരു എമർജൻസി സിറ്റുവേഷൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാഷ്റൂമിൽ പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനും ഒരുപാട് ട്രോളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.